അല്ലാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ പള്ളികളിലൊന്നും വരാൻ കഴിയാതെ രോഗം കാരണമായി വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ വിശ്രമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ഇബാദത്തുകൾക്ക് ജോലികൾക്ക് തടസ്സമാകുന്ന രോഗങ്ങളെ നൽകി ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കരുതേ റഹ്മാനെ. ഇന്ന് നമുക്കറിയാം, ബദരീങ്ങളുടെ ആണ്ട് നടക്കുന്ന ദിനമാണ്. റമദാൻ 17-നാണ് ബദർ യുദ്ധം നടക്കുന്നത്. അതിനനുസ്മരിച്ചുകൊണ്ട് എല്ലാ റമദാൻ 16-ാമത്തെ നോമ്പിന്റെ അന്ന് അസർ നമസ്കാര ശേഷം നമ്മൾ അവരെ അനുസ്മരിക്കുകയും അവരുടെ പേരിൽ യാസീൻ ഓതി അവർക്ക് ഹദിയ ചെയ്യുകയും അവരുടെ ദറജ ഉയർത്തുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും അവരുടെ പേരിൽ ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് അവരെ അനുസ്മരിക്കുന്ന ഒരു പതിവുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഇന്ന് അസർ നമസ്കാര ശേഷം നമ്മുടെ പള്ളിയിൽ നടക്കും. എല്ലാ ആളുകളും അതിലേക്ക് വരിക. ഇത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ബദരീങ്ങളെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കുന്നതും അവരെ കുറിച്ച് പറയുന്നതുമൊക്കെ എന്തിനാണ്? ആരാണ് ബദരീങ്ങൾ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ് ബദരീങ്ങൾ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിച്ചു, ഖാല ജിബ്രീലു മാ തഉദ്ദൂന അഹ്ല ബദരിൻ ഫീകും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, നബിയെ, ബദരീങ്ങളെ കുറിച്ച്, ബദറിൽ പങ്കെടുത്ത സ്വഹാബികളെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ചോദിച്ചു. ഖാല, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മിൻ അഫ്ളലിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകളാണ് ബദരീങ്ങൾ എന്ന് നബി തങ്ങൾ മറുപടി പറഞ്ഞു. ഖാല, അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറയുകയാണ്, നബിയെ, വകദാലിക മൻ ഷഹിദ ബദറൻ മിനൽ മലായിക, അതുപോലെ തന്നെയാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്തതായ മലക്കുകളും എന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ബദറിൽ മലക്കുകൾ പങ്കെടുത്തിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു. ബദറിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങളാണ് മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശദീകരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ശ്രേഷ്ഠത? കേവലം ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളത് മാത്രമല്ല, അതിന്റെ മുമ്പും ഒരുപാട് ത്യാഗങ്ങൾ ഇസ്ലാമിന് വേണ്ടി സഹിച്ചവരാണ് ബദരീങ്ങൾ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ദീനീ പ്രബോധനം നടത്തിയപ്പോൾ നബി തങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുസ്ലിമായ മക്കക്കാരായിട്ടുള്ള ആളുകൾ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ശത്രുക്കളായ ആളുകൾ അതിനെ ഇഷ്ടപ്പെടാതെ അവരെ ഉപദ്രവിക്കാനും കഷ്ടപ്പെടുത്താനും തുടങ്ങി. പല പ്രാവശ്യം നബി തങ്ങൾ ഇന്നത്തെ എത്യോപ്യ എന്ന് പറയുന്ന ഹബിഷ, ഈ നാടുകളിലൊക്കെ ഇവരുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ പല സ്വഹാബിമാരും ഹിജ്റ പോയിട്ടുണ്ട്. അവസാനം സ്വന്തം നാട്ടിൽ നിന്ന് മദീന എന്ന് പറയുന്ന 450 കിലോമീറ്റർ അപ്പുറത്തുള്ള മദീനയിലേക്ക് പോയി താമസിക്കേണ്ടതായി വന്നു. മക്ക എന്ന് പറയുന്ന പ്രദേശം എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു. മക്കക്കാർ എന്ന് വെച്ചാൽ അവർക്കൊരു അഭിമാനമായിരുന്നു. അങ്ങനെയുള്ള ആ നാട്ടിൽ നിന്ന് ജീവിക്കാൻ കച്ചവട വഴിയിലൂടെ നല്ല സമ്പാദ്യവും ഉണ്ടായിരുന്ന ആ ഒരു നാട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ ചെയ്യേണ്ടി വന്നപ്പോൾ എന്തൊക്കെയാണ് അവർ ത്യജിക്കേണ്ടി വന്നത്? അവരുടെ സമ്പത്ത് ത്യജിക്കേണ്ടി വന്നു. സമ്പത്ത് കൊണ്ടുപോവാൻ അനുവദിച്ചില്ല മക്കക്കാരായ ആളുകൾ, അതൊക്കെ പിടിച്ചു വെച്ചു. പിന്നെ അത് സ്വായത്തമാക്കാനാണ് ബദർ യുദ്ധം പോലും സംഭവിക്കുന്നത്. അതേപോലെ ബന്ധങ്ങളെ വിച്ഛേദിക്കേണ്ടി വന്നു. കുടുംബ ബന്ധങ്ങളെ മുറിക്കേണ്ടതായി വന്നു. സുഹൃത്ത് വലയങ്ങളെ മുറിക്കേണ്ടതായി വന്നു. സമ്പത്ത്, നാട്, അതുവരെ ജീവിച്ചു പോന്ന കുടുംബ അന്തരീക്ഷം, ഇതെല്ലാം ഒഴിവാക്കേണ്ടി വന്നു. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി. മാത്രമല്ല, ഇതെല്ലാം ഒഴിവാക്കുന്നതോടൊപ്പം മദീനയിൽ വന്നപ്പോഴും
ഈ ശത്രുക്കളുടെ ഉപദ്രവം അവർക്ക് ഭീഷണിയായി വന്നപ്പോൾ അവരോട് ധർമ്മസമരത്തിനൊരുങ്ങി. അങ്ങനെ ജീവനും ദീനിന് വേണ്ടി ചെലവഴിക്കേണ്ടതായി വന്നു. ഇങ്ങനെ ഒരു വിഭാഗത്തെ, ഇങ്ങനെ ഒരു സമൂഹത്തെ, ഇങ്ങനെ ഒരു വിഭാഗം മനുഷ്യരെ ബദരീങ്ങളല്ലാതെ വേറെ ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് ബദരീങ്ങളുടെ മഹത്വം. ഇതൊക്കെ ഓരോന്നും വളരെ വിശാലമായി കൊണ്ട് ചർച്ച ചെയ്യേണ്ട പോയിന്റുകളാണ്. കാരണം അത്രത്തോളം പ്രയാസപൂരിതമായിരുന്നു അവർ. പീഡനങ്ങൾ, പരിഹാസങ്ങൾ, സമ്പത്തിന്റെയും മാനഹാനിയുടെയും ആ നാടിന്റെയും ഒക്കെ നഷ്ടം, ഇതെല്ലാം സഹിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അംഗീകരിച്ചു എന്നതായിരുന്നു ഈ പീഡനങ്ങളും യാതനകളും ഒക്കെ ഏൽക്കാൻ അവർക്ക് കാരണമായിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ പുറമെ അനുഭവിച്ചതിന് പുറമെ സ്വന്തം ജീവനും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ കൊടുക്കേണ്ടി വന്ന ആ ഏറ്റവും അങ്ങേ അറ്റം ദീനിന് വേണ്ടി സേവനം ചെയ്ത ഈ വിഭാഗം ആളുകളാണ് അസ്വഹാബുൽ ബദർ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞത് അഫ്ളലു മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. ശ്രേഷ്ഠത, മഹത്വം അത് വെറുതെ ലഭിക്കുന്നതല്ല. അത്രത്തോളം ത്യാഗങ്ങൾ സഹിക്കുമ്പോൾ മാത്രമാണ് ഈ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നത്. ഇന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വെച്ചുകൊണ്ട് അസ്വഹാബുൽ ബദറിനെ കുറിച്ച് നമ്മൾ ഓർക്കുകയും അവരുടെ പേരിൽ യാസീൻ ഓതിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ ഈ ത്യാഗം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാ പിന്നെ ചില ആളുകൾ പറയും, എന്തിനാ പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ ഹദിയ ചെയ്യുന്നത്, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത്, അവർക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് യാസീൻ ഓതുന്നത്? അത് വേണം, അത് നമ്മുടെ ഒരു കടമയാണ്. അവരുടെ ദറജ ഉയർത്തുന്നതിന് വേണ്ടി നമ്മൾ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ഖുർആൻ പറയുന്നില്ലേ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ മുഹമ്മദ് നബിയുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു തആല ഗുണം ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്തിട്ട് വേണോ നബിക്ക്? നമ്മൾ ദുആ ചെയ്തിട്ട് വേണോ നബി തങ്ങൾക്ക് സ്ഥാനം കിട്ടാൻ? ഇല്ല, അതൊരു ഇബാദത്താണ്. മഹത്തുക്കളായ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക, അവരെ ഓർക്കുക, അത് അവരോടുള്ള ഒരു അദബും മര്യാദയുമാണ്. സ്വഹാബികളൊക്കെ അങ്ങനെയായിരുന്നു. അസ്വഹാബുൽ ബദരീങ്ങളെ കുറിച്ച് അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോ സ്വഹാബിമാർ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവിയായിരുന്നു. ഒരുപാട് കവിതകൾ ബദരീങ്ങളെ കുറിച്ച് അദ്ദേഹം പാടിയതായി നമുക്ക് കാണാം. ചരിത്രങ്ങളിലൂടെ, ഹദീസുകളിലൂടെ കാണാം. ബദർ യുദ്ധത്തിൽ ഷഹീദായ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ബദരീങ്ങളെ കുറിച്ച് കവിത ആലപിച്ചിരുന്നതായ കല്യാണ വീടുകൾ ഉണ്ടായിരുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു സ്വഹീഹായ ഹദീസിൽ കാണാം, നബി തങ്ങൾ ഒരു കല്യാണത്തിന് വേണ്ടി മദീനയിലുള്ള ഒരു വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള കുറെ പെൺകുട്ടികൾ ചേർന്ന് ഇങ്ങനെ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്, പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പാട്ടുപാടുന്നത്? ബദർ യുദ്ധത്തിൽ ഷഹീദ അവരുടെ കുടുംബത്തിലെ അമ്മാമന്മാരെ കുറിച്ചുള്ളതായ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കല്യാണ സദസ്സിൽ. അങ്ങോട്ടാണ് നബിതങ്ങൾ ചെല്ലുന്നത്. അപ്പൊ നബിതങ്ങളെ കണ്ടപ്പോ അവർ നിമിഷ കവികളാണ്, അറബികൾ പലരും. നബിതങ്ങളെ കണ്ടപ്പോ അവർ പാട്ടിന്റെ ട്യൂണൊന്ന് മാറ്റി, ശൈലി മാറ്റി, ബദരീങ്ങളെ കുറിച്ച് പാടിയ ആ പാട്ടിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് നബിതങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പാടാൻ തുടങ്ങി. ഇങ്ങനെ ബദരീങ്ങൾ മാത്രമല്ല, ഞങ്ങളിൽ ഒരു നബിയുണ്ട്. ആ നബി ആരാണ്? നാളത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുന്ന ഒരു നബിയാണ് ആ നബി. ആ നബിയും ഈ ബദരീങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് നബിയെ പുകഴ്ത്തി പാടിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, അതവിടെ സ്റ്റോപ്പ് ചെയ്യുക. അറിയാനുള്ള കഴിവ്, നാളത്തെ കാര്യം, അദൃശ്യമായിട്ടുള്ള കാര്യം അത് അല്ലാഹു അറിയിച്ചു തരാൻ അറിയാൻ കഴിയില്ല. നിങ്ങൾ ഇതുവരെ പാടിയിരുന്ന ആ പാട്ട് അതേതാണ്? ബദരീങ്ങളെ കുറിച്ചാണ്. ആ പാട്ട് തന്നെ നിങ്ങൾ ആലപിക്കുക എന്ന് പറഞ്ഞ് ആ പാട്ട് തന്നെ അവരോട് പാടാൻ പറഞ്ഞതായ സംഭവം സ്വഹീഹായ ഹദീസുകളിൽ കാണാം. മാത്രമല്ല ചില ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോ വകാന അബൂഹു ബദരിയൻ, അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ബദരിയ
പറയുകയായിരുന്നു, ഇന്നാള് പറഞ്ഞു, നബിതങ്ങളിൽ നിന്ന് ഇന്നാള് റിപ്പോർട്ട് ചെയ്തു, ഇന്നാള് റിപ്പോർട്ട് ചെയ്തു, ഇന്നാള് റിപ്പോർട്ട് ചെയ്തു എന്നിങ്ങനെ ആളെ പരമ്പര ഇങ്ങനെ പറഞ്ഞു കൂരുന്ന കൂട്ടത്തിൽ ഒരു ആവശ്യോടെ പറയാനുണ്ടാവില്ല. ഇദ്ദേഹം ആരാന്നറിയോ? ഇദ്ദേഹത്തിന്റെ ബാപ്പ ബദരിയാണ്, ഇദ്ദേഹത്തിന്റെ മാമൻ ബദരിയാണ്, ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഇന്ന ആള് ബദരിയാണ് എന്നൊക്കെ ബദരീങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ബന്ധങ്ങളുള്ള ആ സ്വഹാബിയുടെ പേര് റിപ്പോർട്ടർമാരിൽ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം ആഡ് ചെയ്ത് പരിചയപ്പെടുത്തിയിരുന്നു എന്ന് കാണാം. ഇതിന്റെയൊക്കെ ആശയം എന്താണ്? ബദരീങ്ങളെ കുറിച്ച് സ്വഹാബിമാർക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ അവർ പറഞ്ഞിരുന്നത് ബദരീങ്ങളിൽപ്പെട്ട ആളുടെ കുടുംബങ്ങൾക്ക് കൊടുത്തിരുന്നതായ ബഹുമാനം, ആ വ്യക്തികൾക്ക് കൊടുത്തിരുന്നതായ ബഹുമാനം, അവരെ കുറിച്ച് പാട്ടുപാടൽ, അവരെ കുറിച്ച് അനുസ്മരിക്കൽ, അവരെ കുറിച്ച് പറയൽ, ഇതെല്ലാം സ്വഹാബിമാർ മുതൽ നിലവിലുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മൾ അവരെ അനുസ്മരിക്കുന്നത്, അതാണ് നമ്മൾ അവരെ കുറിച്ച് പറയുന്നത്, അതാണ് അവരെ കുറിച്ച് നമ്മൾ പാടുന്നത്, അവരെ കുറിച്ച് നമ്മൾ യാസീൻ ഓതുന്നത്, അവരുടെ പേരിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നമ്മൾ വിതരണം ചെയ്യുന്നത്. ഇതൊക്കെ അവരുടെ പരലോകത്തുള്ള സ്ഥാനം ഉയരുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഉയർത്തിയിട്ട് വേണം അവർക്ക് ഉയരാൻ? വേണ്ട, അത് നമ്മുടെ ഒരു മര്യാദയാണ്. നബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണോ നബി തങ്ങൾക്ക്? വേണ്ട, അത് നമുക്ക് നബി തങ്ങളോടുള്ള ഒരു അദബാണ്, ഒരു മര്യാദയാണ്, നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഇതേപോലെ തന്നെയാണ്. മാത്രമല്ല അസ്വഹാബുൽ ബദറിന് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഒരുപാട് ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ ബദരീങ്ങളോട് പറയുകയാണ്, ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ചതെല്ലാം നിങ്ങൾ ചെയ്തു കൊള്ളുക. എന്തും ചെയ്യാനുള്ള ഓഫർ അല്ലാഹു തആല കൊടുത്ത ഒരു വിഭാഗമാണ് ബദരീങ്ങൾ. ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ചെയ്തോ. എന്നാ പിന്നെ ബദരീങ്ങൾ ദോഷം ചെയ്യോ? ഇല്ല. ഇത് വെറും വാക്കല്ല, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിന്റെ ഒരു വാചകമാണ്. നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്തുകൊള്ളൂ, ബദരീങ്ങൾ തിന്മ ചെയ്യില്ല എന്ന് അല്ലാഹുവിന് അറിയാം. അവർക്കുള്ള ആ ഒരു സ്ഥാനം, അവർക്കുള്ളതായ ഒരു ബഹുമാനം അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുകയാണ് ഇതിലൂടെയൊക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് അവർ അനുസ്മരിക്കുന്നു, എന്തുകൊണ്ട് അവർക്ക് ഇത്തരം സ്ഥാനങ്ങൾ കിട്ടി, എന്തുകൊണ്ട് അല്ലാഹു അവരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു? ഇതിന്റെ എല്ലാം കാരണം അന്വേഷിക്കുമ്പോൾ അവർ ദീനിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങളായിരുന്നു അത്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധി മുഴുവൻ സഹിച്ചുകൊണ്ട് ദീനിയായ വിഷയം അവിടെ എന്താണോ അതിന് ഇമ്പോർട്ടന്റ് ചെയ്തു കൊടുക്കുക. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊന്ന് ആലോചിക്കുക, നമുക്കൊന്ന് സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് വരാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ളുഹറിന് പള്ളിയിൽ വരാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഒരു 2-3 പേജ് ദിവസം ഖുർആൻ ഓതാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? നമ്മുടെ കുടുംബ ബന്ധം സ്ഥാപിക്കാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും, ഈ കേരളത്തിന്റെ ഈ ഭാഗത്ത് ജീവിക്കുന്ന നമുക്കെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങൾ നമുക്കുണ്ടോ? ഒരു തടസ്സവും ഒരു പ്രതിബന്ധവും അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമുക്കില്ല എങ്കിൽ നമ്മൾ എത്രത്തോളം ദീനിന്റെ ആശയങ്ങളെയും ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെയും ഫോളോ ചെയ്യുന്നുണ്ട് എന്നും നമ്മളൊന്ന് ആലോചിക്കുക. ഇവിടെയാണ് നമ്മളും ബദരീങ്ങളും തമ്മിലുള്ളതായ വ്യത്യാസം. എല്ലാ പ്രതിസന്ധികളുണ്ടായിട്ടും ഉറക്ക ഖുർആൻ ഓതാൻ പറ്റാത്ത, നിസ്കരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് ചീത്ത വിളിച്ചിരുന്ന, ആ നാട് ഉപേക്ഷിച്ചു പോയ, അത്രത്തോളം എന്ത് ത്യാഗവും ദീനിന് വേണ്ടി സഹിക്കാൻ തയ്യാറായി എന്നതാണ് ബദരീങ്ങളുടെ മഹത്വമെങ്കിൽ, ഇതിനൊന്നും ഒരു തടസ്സവും നമുക്കില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ നമ്മൾ മടിയന്മാരാണ് എന്നതാണ് നമ്മുടെ പോരായ്മയും. അതുകൊണ്ട് ബദർ ആണ്ട് നമ്മളിലേക്ക് വരുമ്പോ അവരെ കുറിച്ച് പാടുകയും
കാണുകയും പറയുകയും അനുസ്മരിക്കുകയും ഭക്ഷണ വിതരണവും അതൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം അവർ എന്തുകൊണ്ട് ആ സ്ഥാനത്തിന് അർഹരായി എന്ന അതിന്റെ കാരണങ്ങളും കൂടെ നമ്മുടെ ജീവിതത്തിലും കുറച്ചെങ്കിലും പകർത്താൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ബദരീങ്ങളെ കുറിച്ചും അതിന്റെ ചരിത്രങ്ങളും അതിന്റെ മൊയ്ൻകുട്ടി വേദി അവതരിപ്പിച്ച അതിന്റെ ആ ഇശലുകളിലൂടെയുള്ള ആ വിവരണങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ വെച്ച് ആ ക്ലാസ്സിൽ ഉണ്ടാകും. കേൾക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ അതിലേക്ക് വരിക. വിശാലമായി, കുറച്ചൊക്കെ വിശാലമായി നമുക്ക് ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ഒതുങ്ങാവുന്ന രീതിയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് അസ്ർ നമസ്കാര ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ച് മൗലിദ് പാരായണം, ബദരീങ്ങളുടെ പേരിലുള്ളതായ യാസീൻ, അവർ പേരിലുള്ള അന്നദാനം അതെല്ലാം ഉണ്ടാകും. അസ്ർ നമസ്കാരം കഴിഞ്ഞ ഉടനെ മൗലിദ് ആരംഭിക്കും. അത് കഴിഞ്ഞ്